കഴിഞ്ഞ ദിവസം സ്ഥലമാറ്റുത്തരവ് ലഭിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീണു മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖയുടെ മൃതദേഹം മേപ്പയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം സ്ഥലമാറ്റുത്തരവ് ലഭിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീണു മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ മേപ്പയിൽ സ്വദേശി ദീപാലേഖയുടെ മൃതദേഹം വടകര മേപ്പയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകരും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൈനാട്ടിയിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ ദീപാലേഖ ലീവിന് ശേഷം 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ചൊക്ലി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഹെൽത്ത് ഇൻസ്പെക്ടറായി വീണ്ടും ജോലിക്കെത്തിയത്. നേരത്തെ ജോലി ചെയ്തിരുന്ന പാനൂർ നഗരസഭയുടെ കീഴിലുള്ള PH സെന്ററിൽ നിന്നും 5 മാസം മുമ്പാണ് ചൊക്ലിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ഥലം മാറ്റവുമായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ ദീപാലേഖയ്ക്ക് മട്ടന്നൂരിലേക്കാണ് സ്ഥലമാറ്റം ഉണ്ടായിരുന്നത്. രോഗവിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിൽ പിണറായിയിലേക്കാണ് സ്ഥലം മാറ്റം ലഭിച്ചത്. ഇതിൽ മനംനൊന്താണ് ദീപാലേഖ കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. ദീപലേഖയുടെ മരണം ഏറെ വേദനാജനകവും പ്രതിഷേധാർഹവുമായ കാര്യമാണ്. വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരിയെ ഒരു കാരണവുമില്ലാതെ സ്ഥലം മാറ്റി അവരുടെ മരണത്തിൽ വരെ കലാശിക്കുന്ന സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. 5 മാസം മാത്രമായിട്ടാണ് ചൊക്കളി PHCയിൽ അവർ ജോലി ചെയ്തു വരുന്നത്. അതിനിടയിൽ അവർക്ക് ഒരു വാഹനാപകടം സംഭവിക്കുകയും കാലിൽ പരിക്ക് പറ്റി 3 മാസക്കാലത്തോളം വീട്ടിൽ ബാൻഡേജ് ഇട്ട് കിടക്കുകയുമായിരുന്നു. അതിനിടയിലാണ് യാതൊരു മാനദണ്ഡവുമില്ലാതെ ഭരണമാറ്റത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ജീവനക്കാരെ സ്ഥലം മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി അവരെ മട്ടന്നൂരിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത്. അതിനെതിരെ ഈ ബാൻഡേജ് ഇട്ട് കിടക്കുന്നതിനിടയിൽ തന്നെ ഭർത്താവിനെയും കൂട്ടി DMOയെ നേരിട്ട് കാണുകയും തൻ്റെ അവശത അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവശത അറിയിക്കുക പോലും ചെയ്തിട്ട് പോലും അവരുടെ അപേക്ഷ പരിഗണിക്കാതെ മനുഷ്യത്വരഹിതമായിട്ടാണ് അവരെ പിന്നീട് പിണറായിയിലേക്ക് സ്ഥലം മാറ്റിയത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു വിനോദമായിട്ട് സ്ഥലം മാറ്റത്തെ കാണുകയും ജീവനക്കാരുടെ ജീവൻ വെച്ച് പന്താടുകയും ചെയ്യുകയാണ്. നാം ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത കൂടി കേട്ടിട്ടുണ്ടാവും. കാസർഗോഡ് ഒരു ജീവനക്കാരി, ആശാലത എന്ന് പറഞ്ഞ ജീവനക്കാരി, കലക്ട്രേറ്റിലെ ജീവനക്കാരി ഈ സ്ഥലം മാറ്റത്തിൽ മനംനൊന്ത് മാനസിക സമ്മർദ്ദത്തിനടിപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് ജീവനക്കാരുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റങ്ങളാണ് സംസ്ഥാനത്താകെ ഈ UDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതിഷേധം ഉയർന്നു വരേണ്ടുന്ന സമയമാണ്. ജീവനക്കാരും അധ്യാപകരും നാളെ മുതൽ അതിശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. 13-ാം തീയതി എല്ലാ കളക്ട്രേറ്റുകളിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും ജീവനക്കാരും അധ്യാപകരും അതിശക്തമായ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള മാർച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. അതിശക്തമായ പ്രക്ഷോഭത്തിലേക്കാണ് ജീവനക്കാർ പോകുന്നത്. ഇന്ന് ദീപലേഖയുടെ നിര്യാണത്തിൽ അത് കേവലമായ ഒരു മരണമല്ല, കൊലപാതകമായിട്ടാണ് കണക്കാക്കേണ്ടത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും അതിൻ്റെ കക്ഷി രാഷ്ട്രീയ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ ജീവനക്കാരും ഓഫീസ് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധം ഇന്ന് കണ്ണൂർ ജില്ലയിൽ നടക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ ദീപലേഖയുടെ നിര്യാണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തുന്നു. തീർത്തും അപ്രതീക്ഷിതവും അവിചാരിതവുമാണ് ദീപലേഖയുടെ അന്ത്യം. വളരെ കാലമായിട്ട് സുരേഷ് ബാബു ശ്രീസ്ത എന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാടകകൃത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താങ്ങായി നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കാകെയും പ്രത്യേകിച്ച് സാംസ്കാരിക ലോകത്തിനാകെയും വലിയ നടുക്കവും നഷ്ടബോധവും ഉണ്ടാക്കുന്നുണ്ട്. ദീപയുമായിട്ട് കുടുംബപരമായി തന്നെ വളരെയധികം അടുപ്പമുണ്ട്. ഈ അടുത്ത നാളുകളിൽ പോലും തൃശ്ശൂരിൽ സംഗീത അക്കാദമിയുടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ദീപയും സുരേഷ് ബാബു ഒക്കെ കൂടെ വന്ന് ദീർഘനേരം ചെലവഴിച്ചിട്ടുണ്ട്. തീർച്ചയായും
ജീവനക്കാരുടെ മനസ്സിനെയോ അവരുടെ ജീവിത സൗകര്യങ്ങളെയോ ഒരു പരിഗണനയും നൽകാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം മാറ്റങ്ങളുടെ കൂടി മാനസികാഘാതമാവണം അവരെ ദീർഘനാളത്തെ പരിക്കിൻ്റെയും വാഹനാപകടത്തെ തുടർന്നുള്ള പരിക്കിൻ്റെയും അതോടൊപ്പം ഉണ്ടായിട്ടുള്ള ആശുപത്രി ചികിത്സയുടെയും വീട്ടിലുള്ള കിടപ്പിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഇരട്ടി നടുക്കമുണ്ടാക്കുകയാണ് എല്ലാവരിലും. ദീപാലേഖ എന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ജീവിതം നാടകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള വളരെ സർഗധനായ ഒരു കലാകാരൻ്റെ ജീവിത സഖിയാണ് എന്നുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ദീപ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് മിക്കവാറും ഇതുപോലുള്ള കുടുംബങ്ങളെല്ലാം ആ കുടുംബത്തിൻ്റെ ഒരു ബലത്തിൽ കൂടിയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ദീപയുടെ ഈ അകാലികമായ ഈ വിയോഗത്തിൽ ഉള്ള വലിയ സങ്കടവും ഞെട്ടലും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. വളരെ അഗാധമായ തീവ്രമായ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ബാബുവിനോടും മകളോടും ഒക്കെയുള്ള ഏറ്റവും വലിയ ഒരടുപ്പവും ഈ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ഇതിൽ ഏറ്റവും ഗാഠമായ അനുശോചനം അറിയിക്കുകയും ആണ്. ആരോഗ്യ പ്രവർത്തകയായ ദീപലേഖ, ഞങ്ങൾക്ക് ദീപേച്ചി എന്ന് പറയും, മലയാളത്തിലെ ശ്രദ്ധേയനായ നാടകകൃത്താണ് സുരേഷ് ബാബു ശ്രീസ്ത. സുരേഷ് ബാബു ശ്രീസ്തയുടെ ജീവിത പങ്കാളിയാണ് ദീപേച്ചി. ദീപേച്ചി ഇന്നലെ വളരെ ആകസ്മികമായൊരു മരണമായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. എന്നും സുരേഷേട്ടന്റെ നാടക പ്രവർത്തനങ്ങൾക്ക് താങ്ങായി തണലായി കൂട്ടായി കലയെ, പ്രത്യേകിച്ച് നാടകത്തിന് അത്രയേറെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. നാടകത്തിന് മാത്രമല്ല, പ്രത്യേകിച്ചും നാടക പ്രവർത്തകരെ, ഞങ്ങളെപ്പോലെയുള്ള നാടക പ്രവർത്തകരെ അത്രയേറെ സ്നേഹിച്ച വ്യക്തിയാണ് ദീപേച്ചി. പെട്ടെന്നായിരുന്നു മരണം. വിശ്വസിക്കാൻ പാടുപെടുകയാണ് ഞങ്ങൾ. നാടക സംവിധായകനായ സുരേഷ് ബാബു ശ്രീസ്തയാണ് ഭർത്താവ്. മകൾ അമലു ലക്ഷ്മിയും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.